വെൽക്കം ബാക്ക് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന ഭാഗമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ബിൽഡിംഗ് ബൈലോ എന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ടെർമിനോളജിയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ബിൽഡിംഗ് ബൈലോ? അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഫോർ എ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺ ആൻഡ് സിറ്റി, പ്ലാനിംഗ് അതോറിറ്റി ഓഫ് ഏരിയ ലേ ഡൗൺ സർട്ടീൻ നോംസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് വിച്ച് ആർ നോൺ ആസ് ബിൽഡിംഗ് ബൈലോ. എന്താണ്? നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യണം. നമുക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബിൽഡിംഗ് ബൈലോസിൽ പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ ബിൽഡിംഗ് ബൈലോസിൻ്റെ ലക്ഷ്യം? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ബിൽഡിംഗ് ബൈലോസിൻ്റെ ലക്ഷ്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ട് മെയിൻ റോഡിൻ്റെ അടുത്താണ് ആ പ്ലോട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പ്ലോട്ടിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം എങ്കിൽ ആ ബിൽഡിങ് റോഡിൽ നിന്നും ഇത്ര മീറ്റർ അകലെ ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? അത് ബിൽഡിംഗ് ബൈലോസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് 2.1 മീറ്റർ ആയിരിക്കണമെന്ന്. അതെവിടെ നോക്കി പറഞ്ഞതാണ്? ഈ ബിൽഡിംഗ് ബൈലോസിലാണ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കൺട്രിയിൽ ഈ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മുനിസിപ്പൽ ഓർ ടൗൺ പ്ലാനിംഗ് അതോറിറ്റീസാണ്. മുനിസിപ്പൽ ഓർ ടൗൺ പ്ലാനിംഗ് അതോറിറ്റീസാണ് ആ നിയമങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡാണ് നമ്മൾ പിന്തുടർന്ന് വരുന്നത്. ഇന്ത്യയിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമാണ് നമ്മൾ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്നത്. അത് ഏത് ബിൽഡിംഗ് ആണെങ്കിലും, പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആയ ബിൽഡിംഗ് ആണെങ്കിലും ഈ ഒരു നിയമപ്രകാരമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കേണ്ടത്. ഇനി നമ്മുടെ ഇപ്പം കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറൊരു ബിൽഡിംഗ് റൂൾസുകളുണ്ട്. അതാണ് KMBR, കേരള മുനിസിപ്പൽ ബോർഡ് ബിൽഡിംഗ് റൂള്. KMBR അതാണ് നമ്മൾ പിന്തുടരുന്നത്. ഇനിയിപ്പോൾ ചില സ്റ്റേറ്റുകളിലൊന്നും സ്വന്തമായിട്ട് എന്തുണ്ടാവാറില്ല, ഇത്തരത്തിലുള്ള ബിൽഡിംഗ് റൂൾസ് ഉണ്ടാവാറില്ല. അങ്ങനെയാണെങ്കിൽ അവർ നാഷണൽ ബിൽഡിംഗ് കോഡ് പിന്തുടർന്നിട്ടാണ് കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്നത്. എന്താണ് നാഷണൽ ബിൽഡിംഗ് കോഡ്? അത് 1970 ഈ ഒരു നിയമം നിലവിൽ വന്നത്, നാഷണൽ ബിൽഡിംഗ് കോഡ് നിലവിൽ വന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുകളെ ഏകീകരിക്കുകയും സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബൈലോസുമായി ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ് പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. എന്താണ് അബ്യൂട്ട് എന്ന് നോക്കാം. അബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്, ഒരു കെട്ടിടം അബ്യൂട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കെട്ടിടത്തിൻ്റെ പുറമേയുള്ള ഭിത്തി സ്ട്രീറ്റിൻ്റെ ബൗണ്ടറിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ അബ്യൂട്ട് എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്തുണ്ട്? ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം അബ്യൂട്ട് എന്ന് പറയണമെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പുറമേയുള്ള ഭിത്തി സ്ട്രീറ്റ് പറഞ്ഞാൽ തെരുവാണ് അല്ലേ, തെരുവുമായി ബൗണ്ടറി ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിംഗ് ആണ്? അബ്യൂട്ടാണ്. ഇനി എന്താണ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു അബ്യൂട്ടായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവില്ല, അബ്യൂട്ടിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവില്ലേ, നമ്മൾ ഈ പറഞ്ഞ ഈ അബ്യൂട്ടിംഗ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു അക്സസ്സാണ്, അല്ലെങ്കിൽ ഒരു റോഡ്, ആ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു റോഡാണ് അലി എന്ന് പറയുന്നത്. ത്രൂ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? റോഡോ ഒരു വേയോ ആ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴിയോ അല്ലെങ്കിൽ ഒരു റോഡോ, അതൊക്കെയാണ് ത്രൂ ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അലി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു അബ്യൂട്ടിംഗ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു റോഡോ അല്ലെങ്കിൽ ഒരു ത്രൂ ഫെയറോ, അതിനെയാണ് നമ്മൾ അലി എന്ന് പറയുന്നത്. ഇനി എന്താണ് അൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങൊക്കെ ഫാഷൻ ഔട്ടായി മാറും. അപ്പോൾ നമുക്ക് പുതുക്കി പണിയും അല്ലേ. പുതുക്കി പണി പറഞ്ഞാൽ ഉള്ള ബിൽഡിംഗ് തന്നെ നമ്മളൊന്ന് മെച്ചപ്പെടുത്തും. പുതുക്കി പണിയല്ല, മെച്ചപ്പെടുത്തും അല്ലേ. ഇങ്ങനെ ചിലപ്പോൾ മുകളിലോട്ട് എടുക്കും, ചിലപ്പോൾ ചില ഭാഗങ്ങൾ പൊളിച്ച് മാറ്റും. ഓക്കെ, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് അൾട്ടറേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഫ്രം വൺ ഓക്യുപ്പൻസി ടു അനദർ ഓർ സ്ട്രക്ചറൽ ചേഞ്ച് സച്ച് ആസ് ആൻ addition of area or height or removal of the part of building or any changes to the structure. അതായത് നമ്മുടെ ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണ്, അതിനെയാണ് നമ്മൾ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബാൽക്കണി എന്ന് നോക്കാം. ബാൽക്കണി എല്ലാവർക്കും അറിയാണ് അല്ലേ. അതൊരു കാൻറ്റിലീവേർഡാണ്. കാൻറ്റിലീവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചറൽ അനാലിസിസിൽ നിങ്ങൾ എന്താണ് കാൻറ്റിലീവർ എന്നൊക്കെ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. കാൻറ്റിലീവർ പറഞ്ഞാൽ ഒരു ഭാഗം സപ്പോർട്ട് ഉണ്ടാവും, മറ്റേ ഭാഗം ഫ്രീ. ഇങ്ങനെയാണ് ഒരു കാൻറ്റിലീവർ ഉണ്ടാവുക. ഓക്കെ, നമ്മളൊരു നാച്ചുറൽ കാൻറ്റിലീവർ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ട്രീസാണ്, മരങ്ങളൊക്കെയാണ് കാൻറ്റിലീവറിന് എക്സാമ്പിൾ. കാരണം അതിൻ്റെ ഒരു ഭാഗം മാത്രം ഫിക്സ് അല്ലേ, മറ്റേ ഭാഗം എന്താണ്? ഫ്രീ അല്ലേ. ഓക്കെ, അപ്പം ബാൽക്കണി അതേപോലെ തന്നെയാണ്. ബാൽക്കണീൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ ഫിക്സായി കിടക്കുന്നുള്ളൂ, മറ്റേ ഭാഗം എന്താണ്? ഫ്രീ അല്ലേ. അപ്പം ബാൽക്കണി എന്താണ്? ഒരു കാൻറ്റിലീവേർഡ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷനാണ് ഫ്രം ദ വാൾ ഓഫ് എ ബിൽഡിംഗ് വിത്തൗട്ട് എനി വെർട്ടിക്കൽ സപ്പോർട്ട്. അതിന് വെർട്ടിക്കലായിട്ടൊരു സപ്പോർട്ടും ഉണ്ടാവില്ല. അത് നമ്മുടെ ഭിത്തിയിൽ നിന്നും ഹൊറിസോണ്ടലായി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാൻറ്റിലീവർ സ്ട്രക്ചറാണ് ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പം ബാൽക്കണീന് ചുറ്റും ബാലുസ്ട്രേഡ് എന്താണെന്ന് അറിയണോ? നമ്മൾ സ്റ്റെയറിൽ പറഞ്ഞതാണ് ബാലുസ്ട്രേഡ്. എന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കൂ. ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ മെമ്പർ ബിറ്റ്വീൻ ഹാൻഡ് റെയിൽ ആൻഡ് സ്റ്റെപ്പ് അല്ലേ. സ്റ്റെപ്പിനും ഹാൻഡ് റെയിലിനും ഇടയിലുള്ള ആ വെർട്ടിക്കലായിട്ടുള്ള ഭാഗമാണ് ബാലുസ്റ്റർ. ബാലുസ്റ്ററിനെയും പിന്നെ നമ്മുടെ ഹാൻഡ് റെയിലിനെയും ഒക്കെ കൂടിയാണ് നമ്മൾ ബാലുസ്ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാലുസ്ട്രേഡ് നമ്മുടെ ബാൽക്കണിക്ക് ചുറ്റും ചിലപ്പോൾ ബാലുസ്ട്രേഡും റെയിലിങ്ങും നമ്മൾ കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉയരം 1 മീറ്ററിൽ കൂടുതലാവാൻ പാടില്ല. അത്രയാണ് പറയുന്നത്. ഇനി എന്താണ് ബാർസാട്ടി? ബാർസാട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽക്കൂരയിലുള്ള, നമ്മുടെ റൂഫിന് മുകളിലുള്ള ഒരു ഹാബിറ്റബിൾ ആയിട്ടുള്ള സ്പേസാണ്, താമസിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ബാർസാട്ടി എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അപ്പോൾ എന്താണ് ബാർസാട്ടി എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ലാസ്റ്റ് വണ്ണാണ് ബേസ്മെൻറ്റ് ഓർ സെല്ലാർ. എന്താണ് ബേസ്മെൻറ്റ് ഓർ സെല്ലാർ? ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഗ്രൗണ്ട് ലെവലിന് ഫുള്ളി മുകളിലായിരിക്കാം, ചിലപ്പം ഗ്രൗണ്ട് ലെവലിനും പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട് ലെവലായിരിക്കും, ഭാഗികമായിട്ടായിരിക്കും ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ബേസ്മെൻറ്റ് ഓർ സെല്ലാർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്. അത് ചിലപ്പം മൊത്തമായി ഗ്രൗണ്ട് ലെവലിന് മുകളിലായിരിക്കും. ഗ്രൗണ്ട് ലെവൽ പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ മണ്ണ് കെട്ട പോർഷൻ അല്ലേ. ചിലപ്പം പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട് ലെവലായിരിക്കും. അപ്പോൾ പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട് ലെവലാണെങ്കിൽ എന്താണ്? അതിൻ്റെ ഹൈറ്റ് 75 സെൻറ്റിമീറ്ററിൽ കൂടുതലാവാൻ പാടില്ല. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യമാണ് ബേസ്മെൻറ്റ്, അല്ലെങ്കിൽ ബേസ്മെൻറ്റിൻ്റെ വേറൊരു പേരും കൂടിയാണ് സെല്ലാർ. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്